കാഴ്ചപരിമിതിയുടെ നടുവിലും ജീവിതത്തോട് തോറ്റുകൊടുക്കുവാൻ തയ്യാറാകാതെ കഴിഞ്ഞ 10 വർഷമായി കോട്ടയം കളത്തിപ്പടിയിൽ ലോട്ടറി കച്ചവടം നടത്തി വരുന്ന വ്യക്തിയാണ് റോസമ്മ സുഭാഷ്. ചെറുപ്രായത്തിലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട റോസമ്മയുടെ ജീവിതമാർഗവും ലോട്ടറി കച്ചവടമായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി വിറ്റുപോയ ലോട്ടറി ടിക്കറ്റിൻ്റെ എണ്ണവും കിട്ടുന്ന പണവും പലപ്പോഴും ഒത്തുകിട്ടാതെ വന്നപ്പോഴാണ് താൻ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന തോന്നൽ ഉണ്ടാവുന്നതും പെൻ ക്യാമറ സംഘടിപ്പിച്ച് കള്ളന്മാരെ കൈയോടെ പിടികൂടുന്നതും. എന്നാൽ തന്നെ പറ്റിച്ചവരോട് നിരുപാധികം ക്ഷമിച്ച് കൈവശമുള്ള ദൃശ്യങ്ങൾ മൂന്നാമതൊരാൾ കാണില്ല എന്ന ഉറപ്പിൽ തന്നെ പോലുള്ള പട്ടിണി പാവങ്ങളെ ഇനി പറ്റിക്കരുത് എന്ന് ഉപദേശിച്ച് അവരെ പറഞ്ഞയച്ചു. മോഷ്ടാക്കളോട് എന്തിനു ക്ഷമിച്ചു എന്ന ചോദ്യത്തിന് റോസമ്മ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമാണ്. ഇന്ന് കത്തോലിക്ക സഭ പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുകയാണ്. ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കതകടച്ചിരിക്കെ അവർക്ക് പ്രത്യക്ഷനായി പരിശുദ്ധാത്മാവിനെ നൽകുന്നതും ആത്മാവിനെ സ്വീകരിച്ച അവർ ഉണർവോടെ അവന് സാക്ഷ്യം വഹിക്കുന്നതും അങ്ങനെ സഭയുടെ ആരംഭം കുറിക്കുന്ന ദിവസം കൂടിയാണിന്ന്. അന്നുവരെ ഭയചകിതരായി പേടിച്ചരണ്ടിരുന്ന ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ വർദ്ധിച്ച ശക്തിയോടെ ക്രിസ്തുവിനു വേണ്ടിയും അവൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുന്നതായി നാം കാണുന്നുണ്ട്. അപ്രകാരം ക്രിസ്തു പകർന്ന മൂല്യങ്ങളിൽ വേരുറച്ച ഒരു സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന റോസമ്മയെ പോലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്കും പറയുവാൻ സാധിക്കും: പന്തക്കുസ്ത തിരുനാളിൽ ശ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തന നിരതമാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലാണ്. അവൻ്റെ പീഡാസഹന ഉത്ഥാനങ്ങളുടെ പരമമായ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ നൽകുക എന്നതായിരുന്നു. ക്രിസ്മസും ദുഃഖവെള്ളിയും ഉയിർപ്പുമെല്ലാം പന്തക്കുസ്ത എന്ന വലിയ തിരുനാളിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് ആത്മാവ് തങ്ങളുടെ മേൽ വന്നു നിറയുമ്പോഴാണ്. തങ്ങളിൽ നിറഞ്ഞ ആത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം നൽകുവാനും അവനുവേണ്ടി ജീവിക്കുവാനും ലോകം മുഴുവൻ അവനെ പ്രഘോഷിക്കുവാനും അവർ തയ്യാറാവുകയാണ്. തിരുസഭ ഇന്ന് നമ്മെ ഇത്തരമൊരു പെന്തക്കുസ്തയിലേക്കാണ് ക്ഷണിക്കുന്നത്. ആദ്യ പെന്തക്കുസ്ത പോലെ നാം ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, അഗ്നിനാളമായി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാൻ, വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ, ശക്തിയോടെ അവന് സാക്ഷ്യം നൽകുവാൻ തിരുസഭ നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ ശുഷ്കമായി തീർന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കടന്നുവരവിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത ദിനം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, പന്തക്കുസ്ത ദിനം ജെറൂസലേമിൽ അനേകർ സന്നിഹിതരായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും പട്ടാളക്കാരും വിജാതീയരും ശ്ലീഹന്മാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായത് ഒരുമിച്ചുകൂടി പ്രാർത്ഥനാനിരതരായി ഒരുക്കത്തോടിരുന്ന ശിഷ്യന്മാരിൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനാനിരതരായി ഒരുക്കത്തോടിരുന്നപ്പോഴാണ് ആത്മാവ് അവരിൽ ഓരോരുത്തരിലും വന്നു നിറയുന്നത്. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിറയുന്നതായി അവർ കണ്ടുവെന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ വ്യക്തിയോ സ്ഥലമോ അല്ല പ്രധാനം, മറിച്ച് ആഗ്രഹമുള്ള ഹൃദയമാണ് പരിശുദ്ധാത്മാവ് നിറയാൻ ആവശ്യം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാമും പ്രാർത്ഥനാ നിരതരായി ഒരുക്കത്തോടെ, ഒരുമയോടെ, ആഗ്രഹത്തോടെ കാത്തിരിക്കണം. അപ്പോഴാണ് ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. രണ്ടാമതായി, വെറും മുക്കുവർ മാത്രമായിരുന്ന, ലോകപരിചയമോ എടുത്തു പറയത്തക്ക യാതൊരു കഴിവുകളും ഇല്ലാതിരുന്ന ശിഷ്യന്മാർ പൊടുന്നനെ ധീരരും ശക്തരുമായി തീരുന്നു. അവരുടെ നിഴലിനു പോലും സൗഖ്യം നൽകുവാൻ കഴിവ് ലഭിക്കുന്നതായി നാം വചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇവയൊന്നും ഒറ്റ ദിവസം കൊണ്ട് അവരിൽ രൂപപ്പെട്ടതല്ല, മറിച്ച് ആത്മാവ് കടന്നു വരുമ്പോൾ ദൈവം വിതച്ച വിത്തുകൾ അവരുടെ ജീവിതത്തിൽ ഫലം ചൂടുകയാണ്. പുതുമഴയിൽ മണ്ണിനടിയിലെ വിത്തുകളെല്ലാം മുളപൊട്ടി പുറത്തു വരുന്നത് പോലെ ദൈവം നമ്മിൽ വിതച്ച മുളപൊട്ടാതെ കിടക്കുന്ന വിത്തുകൾ
ആത്മാവിൻ്റെ കടന്നുവരവോടെ 100 മേനി ഫലം പുറപ്പെടുവിക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലും പോരായ്മകളിലും വൈകല്യങ്ങളിലും കണ്ണുകൾ ഉടക്കാതെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന നന്മയെ തിരിച്ചറിയുവാനും അവയെ ആളിക്കത്തിക്കുവാനും ആത്മാവിന് സാധിക്കും എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. മൂന്നാമതായി, ഈശോ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് നൽകുന്ന വിശേഷണം ശ്രദ്ധേയമാണ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നാണ് യേശു നൽകുന്ന വിശേഷണം. എന്നാൽ ഈ സഹായകൻ എപ്രകാരമായിരിക്കുമെന്നോ രൂപമോ ഭാവമോ എന്തായിരിക്കുമെന്നോ അവൻ കൃത്യമായി വെളിപ്പെടുത്താത്തതിനാൽ ആയിരിക്കാം പലപ്പോഴും നാം ആ സഹായകനെ തിരിച്ചറിയാതെ പോകുന്നതും ജീവിതത്തിൽ കണ്ടുമുട്ടാത്തതും. ഹൃദയം തകർന്നിരിക്കുമ്പോൾ നമ്മെ ശ്രവിക്കുവാനായി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മോടൊപ്പം ഇരിക്കുന്നവരും, പ്രതീക്ഷകളെല്ലാം തകർന്ന് ആരുമില്ല എന്ന് തോന്നിയ നിമിഷങ്ങളിൽ തനിച്ചല്ല ഒപ്പമുണ്ട് എന്ന് പറയാതെ പറഞ്ഞവരും, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരങ്ങൾ നമുക്കായി നീട്ടിയവരും, പരാജയത്തിൽ തോളോട് ചേർന്ന് നിന്നവരുമെല്ലാം ദൈവം നമുക്ക് വേണ്ടി അയച്ച സഹായകർ തന്നെയാണ്. ഊരും പേരുമില്ലാത്തവർക്ക് അവശ്യ സമയങ്ങളിൽ സഹായഹസ്തം നീട്ടുവാനും തുറന്ന ചെവികളും അനുകമ്പാർദ്രമായ കണ്ണുകളുമായി അവരിനു വേണ്ടി കാത്തിരിക്കുവാനും ഈ പന്തക്കുസ്താ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ. പ്രിയമുള്ളവരെ, സഹിയോൻ ശാലയിൽ പ്രാർത്ഥനാ നിരതരായി കാത്തിരുന്ന ശ്ലീഹന്മാരെ പോലെ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമാകട്ടെ ഈ പന്തക്കുസ്ത. കൗദാശിക സ്വീകരണം വഴി നാം സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാനും അനുദിനം നാം അറിയാതെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാനും ചുറ്റുമുള്ളവർക്ക് സഹായകരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും പന്തക്കുസ്താ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.